ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും സാംക്രമിക രോഗങ്ങളുടെ ആധിക്യം ഉൾപ്പെടെയുള്ള ചില വൈഷമ്യങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ സജ്ജമാക്കിയ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്കാവശ്യം. അതിന് മനുഷ്യന്റെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവയിൽ ഗവേഷണവും പരിശോധനയും നടത്താൻ ഈ ലബോറട്ടറി ഉതകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് മനുഷ്യരുടെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കാൻ ഉതകുന്ന മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഇവിടെ റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും പൊതുജനാരോഗ്യ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പായി മാറും ഈ സംവിധാനം. 32 കോടി രൂപ ഇതിനെ ചെലവഴിച്ച കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 45,000 ചതുരശ്രടി വിസ്തീർണമുള്ള ലാബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ ഇത്തരം മേഖലകളിലെ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലബോറട്ടറി ഉതകും. വെറ്റിനറി സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഇൻ വൺ ഹെൽത്ത് നടപ്പാക്കുന്നതിനായി 33 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല, അക്കാദമിക് രംഗത്തും സമാന്തരമായി ഇടപെട്ട് സർവകലാശാല ആഗോളതലത്തിലേക്ക് ഉയരണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റഫറൽ അനാലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ, വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. മേയർ എം കെ വർഗീസ്, വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ, രജിസ്ട്രാർ ഡോക്ടർ പി സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.